മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ സിബിഐ കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തേക്കാണ് കസ്റ്റഡി. 5 ദിവസമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഷബ്ന സിയാദ് ചേരുന്നു വിവരങ്ങളുമായി. ഷബ്ന, അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ ഏജൻസികളുടെ കത്രികപ്പൂട്ട് എന്ന് തന്നെ പറയാം. അപ്രതീക്ഷിതമായിരുന്നു ഇന്നത്തെ സിബിഐയുടെ കസ്റ്റഡി ആവശ്യം. ഇന്ന് കോടതിയിൽ നടന്നത് എന്തൊക്കെയായിരുന്നു? ലക്ഷ്മി, ഇഡി കേസിൽ ഡൽഹി ഹൈക്കോടതി ജാമ്യം സ്റ്റേ ചെയ്തതിനെതിരെ നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കവെയാണ് സിബിഐ ഇത്തരം ഒരു നീക്കം നടത്തിയത്. ഇന്നലെ രാത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യുന്നു. ഇന്ന് രാവിലെ കോടതിയിൽ നിന്ന് പ്രൊഡക്ഷൻ വാറന്റ് നേടി കോടതിയിൽ ഹാജരാക്കുന്നു. തുടർന്ന് 5 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ആവശ്യമുണ്ട്. കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. അതിൽ ഗുരുതരമായ ചില പരാമർശങ്ങളും സിബിഐ അഭിഭാഷകൻ കോടതിയിൽ നടത്തിയിരുന്നു. ചില ഉദ്യോഗസ്ഥർ, അതായത് എക്സൈസ് വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്ക് ഈ മദ്യനയവുമായി എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ എതിർപ്പറിയിച്ച ഉദ്യോഗസ്ഥരെ സർക്കാർ സ്ഥലം മാറ്റി എന്ന ആരോപണം സിബിഐ ഇന്ന് കോടതിയിൽ പറഞ്ഞു. മദ്യനയ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ചത് ഈ മുഖ്യമന്ത്രി കെജ്രിവാൾ ആണ് എന്നായിരുന്നു സിബിഐയുടെ വാദം. കോവിഡ് കാലത്ത് സൗത്ത് ഗ്രൂപ്പ് അംഗങ്ങൾ സ്വകാര്യ വിമാനത്തിൽ ഡൽഹിയിലെത്തിയെന്നും ആ സമയം മറ്റ് യാത്രാ വിമാനങ്ങൾ സർവീസ് നടത്തിയിരുന്നില്ല എന്നും സിബിഐ കോടതിയെ അറിയിച്ചിരുന്നു. സൗത്ത് ഗ്രൂപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് പിന്നീട് മദ്യനയം ആകുകയായിരുന്നു. എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ നോട്ട് തയ്യാറാക്കി. ഉത്തരവാദിത്വം മുഴുവൻ കെജ്രിവാൾ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് മേൽ കെട്ടിവെക്കുന്നു എന്ന ആരോപണവും സിബിഐ ഉന്നയിച്ചു. എന്നാൽ ഇന്ന് മറ്റൊന്ന് സംഭവിച്ചത്, കെജ്രിവാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് കോടതിയിൽ ചില കാര്യങ്ങൾ വിശദീകരിച്ചു. സിബിഐയുടെ ആരോപണങ്ങൾ തീർത്തും തെറ്റാണ്. കേസിൽ മനീഷ് സിസോദിയ കുറ്റക്കാരനാണെന്ന് താൻ മൊഴി നൽകിയിട്ടില്ല. സിസോദിയ നിരപരാധിയാണ്. കേസിൽ ആം ആദ്മി പാർട്ടിയിൽ താനും തെറ്റ് ചെയ്തിട്ടില്ല. മദ്യ വ്യവസായത്തിലൂടെ നികുതി കൂട്ടാൻ മാത്രമായിരുന്നു നിർദ്ദേശം. മാധ്യമങ്ങൾക്ക് മുന്നിൽ തങ്ങളെ താറടിക്കാനാണ് സിബിഐ ശ്രമിക്കുന്നത് എന്ന വാദവും കെജ്രിവാൾ നേരിട്ട് ഉന്നയിച്ചിരുന്നു. അതുപോലെ കെജ്രിവാളിന്റെ അഭിഭാഷകരും ശക്തമായി തന്നെ കസ്റ്റഡിയെ എതിർത്തിരുന്നു. എന്നാൽ കസ്റ്റഡി 5 ദിവസം ആവശ്യപ്പെടുകയും 3 ദിവസം ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിച്ചിരുന്നു. സുപ്രീം കോടതി ഈ ഇഡി കേസിൽ ഹൈക്കോടതി ജാമ്യം സ്റ്റേ ചെയ്തതിനെതിരെയായിരുന്നു സുപ്രീം കോടതിയിൽ കെജ്രിവാൾ ഹർജി നൽകിയത്. ഈ കേസ് പരിഗണിച്ചെങ്കിലും സിബിഐ ഇത്തരം ഒരു നീക്കം നടത്തിയതിനാൽ കെജ്രിവാളിന്റെ അഭിഭാഷകൻ തന്നെ ഈ ഹർജി പിൻവലിക്കാൻ അനുമതി തേടുകയായിരുന്നു. ഈ സിബിഐ കേസ് കൂടി ചേർത്ത് പിന്നീട് പുതുക്കി ഹർജി നൽകാമെന്നറിയിക്കുകയും കോടതി അത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കെജ്രിവാളുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ തുടരുകയാണ്. നാളെയും ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ ഈ വിഷയം വന്നേക്കാം. അരവിന്ദ് കെജ്രിവാൾ ഇനി മുതൽ സിബിഐ കസ്റ്റഡിയിൽ. 3 ദിവസത്തേക്കാണ് സിബിഐ കസ്റ്റഡിയിൽ കെജ്രിവാളിനെ വിട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷബ്ന സിയാദ്.